ഫ്രണ്ട്സ്, നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തികൾ, ആരായാലും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായാലും നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായാലും ആരായാലും, നിങ്ങളിൽ നിന്ന് ആരാണോ അകന്നു പോയത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുമോ എന്ന് നോക്കാം. നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുമോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തി നിങ്ങളിലേക്ക് വരുമോ? ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇതാണ്. ഫസ്റ്റ് കാർഡ് എടുക്കുകയാണ്. നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും വരുമോ? അപ്പം ആ വ്യക്തി ഇപ്പം നിൽക്കുന്ന സാഹചര്യം അവർക്ക് അനുകൂലമല്ല. അതുകൊണ്ട് നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങൾ വീണ്ടും തിരിച്ചു വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും തിരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണുന്നത്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അവർക്ക് അനുകൂലമായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് തിരിച്ചു വരും. സെക്കൻഡ് കാർഡ് നിങ്ങളിൽ നിന്ന് അകന്നവർ വീണ്ടും തീർച്ചയായിട്ടും ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ വിട്ട് പിരിയാൻ സാധ്യമല്ല. എന്ത് തന്നെയായാലും ഒരിക്കലും വിട്ട് പിരിയില്ല. അവർ എപ്പോഴും നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഒരുമിച്ചുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് കാർഡ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ജീവിത സാഹചര്യം അവർക്ക് അനുകൂലമല്ല. അവിടെ ഒരുപാട് ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന്, ചിലപ്പോൾ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഫാമിലിയൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ആ ഫാമിലിനെ വിട്ടിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുകയില്ല. അല്ലാത്തവരാണെങ്കിൽ ഏത് സാഹചര്യം, സംബന്ധമായ സാഹചര്യം അങ്ങനെയുള്ളതും ആകാൻ സാധ്യത. അതുകൊണ്ട് തന്നെ അവിടെ കുറേ ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വരാം. ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ്, ചിലപ്പോൾ അതേ അസുഖം പിടിച്ച് കിടക്കുന്ന ആളുകളോ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കണം, നോക്കണം, അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. മനുഷ്യന്മാരല്ല, അപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ സാഹചര്യം വിട്ട് ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളിലേക്ക് വരാൻ ഇപ്പം പെട്ടെന്ന് സാധിക്കില്ല എന്നാണ് കാണുന്നത്.